നമ്മുടെ രാജുവേട്ടൻ ഈ സിനിമയിൽ സിക്സ് പാക്ക് ഒക്കെ വെച്ച് ക്രിസ്മസ് അപ്പൂപ്പിനെ പോലെ ഡ്രസ്സൊക്കെ ചെയ്ത് ഡൈനിങ് ടേബിൾ വന്നിരിക്കും. ബോർക്കോ ബീഫോ അങ്ങനെ എന്തോ കഴിക്കാൻ വേണ്ടി ഫോർക്ക് നൈഫൊക്കെ വെച്ച് പുള്ളി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. പുള്ളിയുടെ സൈഡിൽ പുള്ളിയുടെ പട്ടി ഇരിപ്പുണ്ട്. ഈ പട്ടി ആരോ കണ്ടിട്ട് കുരയ്ക്കാൻ തുടങ്ങും. അപ്പോൾ എവിടെ നിന്നില്ലാതെ പുള്ളി ഫോർക്ക് എടുത്തിട്ട് ഈ പട്ടിയുടെ കഴുത്തി കുത്തി 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 കൊന്നിട്ട് അവിടെ കൂടി നിൽക്കുന്ന ആൾക്കാരോട് പറയും, നെറികേട്, അതിന് ഏത് പട്ടിയാണെങ്കിലും ഇതായിരിക്കും ശിക്ഷ. ഇങ്ങനെ എന്തൊക്കെയോ നാടകീയമായിട്ടുള്ള സീനുകൾ എടുത്തു വെച്ചിട്ട് അത് മാസ് ആണെന്നുള്ള രീതിയിലാണ് ലിജോ ജോസ് ആന്റണി ഈ സിനിമ നമുക്ക് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു KGF മലയാളത്തിൽ എടുത്തു വെച്ച ഒരു ഫീലിംഗ് ആയിരുന്നു. കാരണം ഇതിനകത്ത് എല്ലാ കഥാപാത്രങ്ങളും അങ്ങോട്ട് നോക്കുക ഇങ്ങോട്ട് നോക്കുക, കടന്ന് വെറുതെ ഞെട്ടുക. പക്ഷേ അതിലും 1950 വിമോചന സമരവും KPCയുടെ നാടകമായിട്ടുള്ള നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി ഒക്കെ ആസ്പദമാക്കിയിട്ടാണ്. ഇതിൽ ടൊവിനോന്റെ ക്യാരക്ടറിന്റെ പേര് കൃഷ്ണപിള്ള എന്നാണ്. ശരിക്കുള്ള കൃഷ്ണപിള്ള കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റിന്റെ ഒരു ഫൗണ്ടിങ് ഫാദർ ആണെങ്കിൽ ഇവിടെ ചുമ്മാ ടൊവിനോന് പേരിനൊരു ഗുമ്മ് കിട്ടാൻ വേണ്ടി മാത്രം കൊടുത്തിരിക്കുന്ന പേരാണ് കൃഷ്ണപിള്ള. യഥാർത്ഥ കൃഷ്ണപിള്ളയായിട്ട് ഈ ക്യാരക്ടറിന് ഒരു റിസംബ്ലൻസും ഇല്ല. രണ്ടാമതായിട്ട് നമ്മൾ ടൊവിനോന്റെ പോസ്റ്ററിലെ ലുക്കും പള്ളിച്ചട്ടമ്പി എന്നുള്ള പേരെ കേൾക്കുമ്പോൾ വിചാരിക്കും ഭയങ്കര പൗരുഷം നിറഞ്ഞൊരു ക്യാരക്ടർ ആയിരിക്കുന്നത്. പക്ഷെ അല്ല, പുള്ളിയെ ഭയങ്കര ഒരു കുസൃതി നിറഞ്ഞ ഒരു തമാശക്കാരനായിട്ട് ഇടയ്ക്ക് ഇടിയൊക്കെ ചെയ്യുന്ന ഒരു തമാശക്കാരനായിട്ടാണ് ഡയറക്ടർ പ്രസന്റ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പടത്തിന്റെ പോസിറ്റീവ്സ് നോക്കാം. ആദ്യത്തെ പോസിറ്റീവ് ജെയ്ക്സ് ബിജോയ് സംഗീതം നൽകി കൈതപ്പുറം രചിച്ച കാട്ടുചെമ്പകം പൂത്തോട്ടെ എന്ന പാട്ടാണ്. അത് തന്നെയാണ് ഈ പടത്തിൽ നമ്മൾ ഇത്രയും കേട്ടിട്ടുള്ള ഏറ്റവും ഇതിനെ വൈറലാക്കി എടുത്തിരിക്കുന്നത്. ആ പാട്ട് തന്നെയാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ആ പാട്ടുമാണ് സത്യം പറഞ്ഞ പടത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. രണ്ടാമത്തെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ടൊവിനോ ആണ്. ടൊവിനോനെ കൊണ്ട് പരമാവധി പറ്റാവുന്ന രീതിയിൽ ആ ഹെയർ സ്റ്റൈലും ലുക്കൊക്കെ വെച്ചിട്ട് ആ ഒരു പള്ളിച്ചട്ടമ്പി നമുക്ക് നല്ല കൺവിൻസിംഗ് ആയിട്ട് നമ്മുടെ ഫ്രണ്ടിലേക്ക് അത് അവതരിപ്പിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ പടം ഭയങ്കര വലിയൊരു പടമായിട്ടാണ് ഡയറക്ടർ മൗണ്ട് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള പോസിറ്റീവ്സ് ഈ പടത്തിൽ കാണാനുണ്ട്. അതിന്റെ കളർ ഗ്രേഡിംഗ് ആണെങ്കിലും അതിന്റെ ആ ഒരു സ്കെയിൽ ആണെങ്കിലും അതിന്റെ സ്റ്റൺ സീക്വൻസസ് ഒക്കെ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ചില സ്റ്റൺ സീക്വൻസസ് ഒക്കെ ഉണ്ട് ഇതിനകത്ത്. ഈ പടത്തിന്റെ ഏറ്റവും വലിയ നെഗറ്റീവ് ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഇതിന്റെ ഒട്ടും സട്ടിലല്ലാത്ത അഭിനയവും ഇതിന്റെ സ്ക്രിപ്റ്റുമാണ്. കാരണം ഭയങ്കര നാടകീയമായിട്ടുള്ള 1950 ആണ് ഈ പടം നിങ്ങൾ സെറ്റ് ചെയ്യുന്നെങ്കിലും അതിന്റെ അർത്ഥം ആ പടം ആ അന്ധകാലത്ത് ഇറങ്ങിയ സിനിമകൾ പോലെ ഓവർ ആക്കണം എന്നല്ലല്ലോ. വളരെ സട്ടിലായിട്ട് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ഗ്രൗണ്ടഡ് ആയിട്ട് കാണിക്കേണ്ട ഒരു കഥാപശ്ചാത്തലം, എസ്പെഷ്യലി വിമോചന സമരവും കേരളത്തിലെ ഹിസ്റ്ററിയാണ് നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഭയങ്കര എക്സാജറേറ്റഡ്, അതിന്റെ ആ ഒരു ട്രൂ എസൻസ് മൊത്തത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. രണ്ടാമത്തത് ഇത് പൊളിറ്റിക്കലി ഭയങ്കര സേഫ് ആയിട്ട് കളിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ്. ഇതിനകത്ത് കമ്മ്യൂണിസ്റ്റുകാരെയും ക്രിസ്ത്യൻ പള്ളികളെയും ഒക്കെ ഇതിനകത്ത് പരാമർശിക്കുന്നുണ്ടെങ്കിൽ പോലും ആരെയും ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ എല്ലാവരുടെയും സൈഡ് പിടിച്ചുകൊണ്ട് എല്ലാവരെയും കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സേഫ് ആയിട്ട് ഹിസ്റ്ററിയെ തന്നെ മൊത്തത്തിൽ ഓൾട്ടർ ചെയ്തിട്ടാണ് ഈ സിനിമ അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. മൂന്നാമത്തെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ കയാദു ലോഹർ. ലിപ്സിംഗ് ആണെങ്കിലും അഭിനയമാണെങ്കിലും അതിൽ ടൊവിനോ ആയിട്ടുള്ള ലവ് കെമിസ്ട്രി ആണെങ്കിലും അതൊന്നും വർക്ക് ആവാതെ ഒരു രീതിയിൽ അത് കറക്റ്റ് ആയിട്ട് അത് സ്ക്രീനിൽ അവർക്ക് ചിത്രീകരിക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ ഇതിനകത്ത് ആണുങ്ങളുടെ ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട്. ഈ ടൊവിനോ കയാദു ലോഹറിനെ രക്ഷിക്കുന്ന കുറെ ആണുങ്ങളുടെ കഥാപാത്രങ്ങളുണ്ട്. എന്റെ ദൈവമേ, സോംബി മൂവീസിലെ സോംബീസിനെ പോലെയാണ് അവരൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്നത്. 1950 ആണുങ്ങളൊക്കെ സോംബീസ് ആയിരുന്നു. ഓവറോൾ പള്ളിച്ചട്ടമ്പി ഇസ് ആൻ ഓവർ റിട്ടൺ, ഓവർ എഡിറ്റഡ്, ഓവർ ആക്ടഡ്, ഓവർ എക്സാജറേറ്റഡ് പീസ് ഓഫ് ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ. ഐ വുഡ് ഗിവ് ഇറ്റ് മാഡ്മെൻ റേറ്റിംഗ് 6 out of 10. ഇൻ ദ സെൻസ് ഇറ്റ്സ് നോട്ട് എ ബാഡ് മൂവി, പക്ഷേ ജസ്റ്റ് അറൌണ്ട് ആവറേജ് എന്ന് ഞാൻ പറയുള്ളൂ ഈ സിനിമയെ കുറിച്ച്. പള്ളിച്ചട്ടമ്പിയെ കുറിച്ച് നിങ്ങളുടെ തോട്ട്സ് എന്തായിരുന്നു? നിങ്ങൾക്ക് പള്ളിച്ചട്ടമ്പി വർക്ക് ചെയ്തെങ്കിൽ അത് എന്തുകൊണ്ട് വർക്ക് ചെയ്തു എന്ന് കോമെന്റ് സെക്ഷനിൽ പറയാം. താങ്ക് യു.